നിങ്ങളെ ഞങ്ങൾ തളർത്തും, ഗൾഫിന്റെ ആഴങ്ങളിൽ മുക്കിക്കളയും. പശ്ചിമേഷ്യൻ യുദ്ധക്കളത്തിൽ അമേരിക്കയും ഇസ്രായേലും ഉയർത്തുന്ന വെല്ലുവിളികൾക്ക് നേരെ ഇറാന്റെ കരുത്തനായ സൈനിക ഉപദേഷ്ടാവ് നടത്തിയ വിറപ്പിക്കുന്ന ഈ പ്രഖ്യാപനം ഒരു പുതിയ യുദ്ധതന്ത്രത്തിന്റെ തുടക്കമായാണ് ലോകം വിലയിരുത്തുന്നത്. ഇറാന്റെ പരമോന്നത നേതാവിന്റെ പ്രതിരോധ ഉപദേഷ്ടാവും IRGC മുൻ മേധാവിയുമായ മേജർ ജനറൽ യഹ്യ റഹീം സഫാവി നടത്തിയ ഈ പ്രസ്താവന കേവലം ഒരു താക്കീതല്ല, മറിച്ച് പേർഷ്യൻ ഗൾഫിന്റെ ആഴങ്ങളിൽ ശത്രുക്കളെ കുഴിച്ചുമൂടുമെന്ന ഇറാന്റെ സൈനിക ആത്മവിശ്വാസത്തിന്റെ പ്രതിഫലനമാണ്. മേഖലയിൽ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന അമേരിക്കൻ നാവികപ്പടയെയും സഖ്യകക്ഷികളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് അദ്ദേഹം ഉച്ചരിച്ച വാക്കുകൾ പെന്റഗണിനെപ്പോലും അമ്പരപ്പിച്ചിരിക്കുകയാണ്. സാങ്കേതികമായും സൈനികമായും ഇറാൻ കൈവരിച്ച വൻ കുതിച്ചുചാട്ടത്തിന്റെ പിൻബലത്തിലാണ് ഈ മാസ് പ്രതികരണം പുറത്തുവന്നിരിക്കുന്നത്. നൂതനമായ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഡ്രോൺ സാങ്കേതികവിദ്യയും ഉപയോഗിച്ച് ഹോർമൂസ് കടലിടുക്ക് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ മേഖലകളിൽ പൂർണ്ണ നിയന്ത്രണം തങ്ങൾക്കാണെന്ന് ഇറാൻ അടിവരയിടുന്നു. ശത്രുവിന്റെ സൈനിക താവളങ്ങളെ നിമിഷങ്ങൾക്കുള്ളിൽ ചാമ്പലാക്കാൻ ശേഷിയുള്ള ദീർഘദൂര മിസൈലുകൾ സജ്ജമാണെന്ന സന്ദേശം ഇതിലൂടെ ലോകത്തിന് നൽകുകയാണ് ഇറാൻ. കേവലം പ്രതിരോധം എന്നതിലുപരി ആക്രമിച്ച് കീഴടക്കുക എന്ന ഇറാന്റെ മാറിയ യുദ്ധനയമാണ് ഈ ഉന്നത ഉദ്യോഗസ്ഥന്റെ വാക്കുകളിൽ മുഴങ്ങിക്കേൾക്കുന്നത്. മാത്രമല്ല, ഇസ്രായേലിന് ലഭിക്കുന്ന ബാഹ്യ പിന്തുണകളെ തകർക്കാനും മേഖലയിലെ തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും ഇറാൻ ഏതറ്റം വരെയും പോകുമെന്നതിന്റെ പരസ്യമായ പ്രഖ്യാപനമാണിത്. ഇതിനിടെ മാർച്ച് 21 നടന്ന പുതിയ മിസൈൽ ആക്രമണം ഈ സംഘർഷത്തിന് പുതിയ തീവ്രത നൽകിയിരിക്കുകയാണ്. തെക്കൻ ഇസ്രായേലി നഗരങ്ങളായ ഡിമോണയും ആരതും ലക്ഷ്യം വെച്ച് വിക്ഷേപിച്ച ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈലുകൾ നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തു. ഈ ആക്രമണത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇസ്രായേലിന്റെ ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളിലൊന്നായ ഡേവിഡ്സ് സ്ലിംഗ് മിസൈലുകളെ തടയുന്നതിൽ പരാജയപ്പെട്ടു എന്നതാണ്. സാധാരണയായി അതിവിശ്വാസത്തോടെ കണക്കാക്കപ്പെടുന്ന ഈ സംവിധാനത്തിന്റെ വീഴ്ച ആഗോള സൈനിക നിരീക്ഷകരെപ്പോലും ആശ്ചര്യപ്പെടുത്തുകയാണ്. റഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസും അമേരിക്കൻ പങ്കാളിത്തത്തോടെ വികസിപ്പിച്ചെടുത്ത ഡേവിഡ്സ് സ്ലിംഗും ഇടത്തരം മുതൽ ദീർഘദൂരം മിസൈലുകൾ വരെ തടയാൻ രൂപകൽപ്പന ചെയ്ത അത്യാധുനിക സംവിധാനമാണ്. മുൻ സംഘർഷങ്ങളിൽ ഇറാനിയൻ മിസൈലുകളെ വിജയകരമായി നശിപ്പിച്ച ഈ സംവിധാനം ഇത്തവണ ഗദ്ദർ ക്ലാസ് ബാലിസ്റ്റിക് മിസൈലുകൾക്ക് മുന്നിൽ ഫലപ്രദമല്ലാതിരുന്നതാണ് ശ്രദ്ധേയം. ഇത് ഒരു സാങ്കേതിക പിഴവോ അല്ലെങ്കിൽ ഇറാന്റെ പുതിയ തലമുറ മിസൈൽ സാങ്കേതികവിദ്യയുടെ ശക്തിയോ എന്ന ചർച്ചകൾ ശക്തമാകുകയാണ്. ഇറാൻ ഉപയോഗിച്ച മിസൈലുകളുടെ സവിശേഷതകളാണ് ഇവിടെ നിർണായകമായത്. ഉയർന്ന വേഗത, കൃത്യത, കൂടാതെ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാനുള്ള കഴിവ് എന്നിവയുടെ കൂട്ടായ്മയാണ് ഇവയെ കൂടുതൽ അപകടകാരികളാക്കുന്നത്. ചില വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇറാൻ മിസൈലുകളിൽ മാനവനിർമ്മാണ ബുദ്ധിയുമായി ബന്ധപ്പെട്ട നാവിഗേഷൻ സംവിധാനങ്ങളും മെച്ചപ്പെട്ട മനൂവറിംഗ് ശേഷിയും ഉൾപ്പെടുത്തിയിരിക്കാം എന്നാണ്. ഇതുവഴി പരമ്പരാഗത ഇന്റർസെപ്റ്റർ മിസൈലുകൾക്ക് ലക്ഷ്യം കൃത്യമായി തിരിച്ചറിയാനും നശിപ്പിക്കാനും ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഇസ്രായേലിന്റെ മൾട്ടി ടയർ മിസൈൽ പ്രതിരോധ സംവിധാനം, അയോൺ ഡോം, ഡേവിഡ്സ് സ്ലിംഗ്, ആരോ സിസ്റ്റംസ് എന്നിവ ചേർന്നതാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ പ്രതിരോധ ശൃംഖലകളിലൊന്ന്. എന്നിരുന്നാലും ഈ പുതിയ ആക്രമണം ആ ശൃംഖലയിലെ ദൗർബല്യങ്ങളെ പുറത്തുകൊണ്ടുവന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് ചിലവ് കുറഞ്ഞ ഇറാനിയൻ മിസൈലുകൾക്കെതിരെ കോടികൾ വിലമതിക്കുന്ന ഇന്റർസെപ്റ്ററുകൾ ഉപയോഗിക്കേണ്ടി വരുന്നത് ദീർഘകാല തന്ത്രപരമായ വെല്ലുവിളിയാകുന്നു. ഇറാൻ ഇന്ന് വെറുമൊരു രാജ്യപ്രാദേശിക ശക്തിയല്ല, മറിച്ച് അത്യാധുനിക സൈനിക സാങ്കേതികവിദ്യയിൽ ലോകരാജ്യങ്ങളെപ്പോലും അമ്പരപ്പിക്കുന്ന മുന്നേറ്റം കൈവരിച്ച കരുത്തരാണ്. ലക്ഷ്യസ്ഥാനത്തെ കൃത്യമായി തകർക്കുന്ന ഹിറ്റ് ടു കിൽ വിദ്യയും ശത്രുക്കളുടെ നീക്കങ്ങൾ നിമിഷനേരം കൊണ്ട് തിരിച്ചറിയുന്ന അത്യാധുനിക റഡാർ സംവിധാനങ്ങളും ഇറാന്റെ കരുത്തു വർദ്ധിപ്പിക്കുന്നു. അതേസമയം രാഷ്ട്രീയ തലത്തിലും സംഘർഷം അതീവ ഗുരുതരമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇറാൻ അതിനെ വ്യാജവാർത്തയായി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇത് നയതലത്തിൽ അവിശ്വാസം എത്രമാത്രം ആഴത്തിലുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. ഉപരോധങ്ങൾ നീക്കാതെ, ആക്രമണങ്ങൾ അവസാനിപ്പിക്കാതെ യാതൊരു സമാധാനവും ഉണ്ടാകില്ല എന്ന ഇറാന്റെ നിലപാട് വ്യക്തമാണ്. ഇതിനിടെ അമേരിക്കയെ യുദ്ധത്തിൽ വലിച്ചിഴച്ചതിന് ഇസ്രായേലിനെ കുറ്റപ്പെടുത്തി ഇറാൻ രംഗത്തെത്തിയതും സ്ഥിതിഗതികളെ കൂടുതൽ സങ്കീർണമാക്കുന്നു.
പശ്ചിമേഷ്യയിലെ ഈ സംഘർഷം ഇനി ഒരു രാജ്യത്തിന്റെ പ്രശ്നമല്ല, മറിച്ച് ആഗോള സമവാക്യങ്ങളെ തന്നെ സ്വാധീനിക്കുന്ന ഒരു ഭീഷണിയായി മാറുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ഇറാന്റെ മുന്നറിയിപ്പ് വെറും ഭീഷണി മാത്രമല്ല, മറിച്ച് അതിന്റെ സൈനിക ആത്മവിശ്വാസത്തിന്റെ പ്രകടനമാണ്. പുതിയ തലമുറ മിസൈൽ സാങ്കേതികവിദ്യയും തന്ത്രപരമായ കണക്കുകൂട്ടലുകളും ചേർന്ന് ഇറാൻ ഒരു ശക്തമായ പ്രതിരോധാക്രമണ ശേഷിയുള്ള രാഷ്ട്രമായി മാറിയിരിക്കുകയാണ്. അതേസമയം ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും പ്രതിരോധ സംവിധാനങ്ങൾ പുതുക്കി മണിയേണ്ട ആവശ്യം കൂടുതൽ ശക്തമായി ഉയർന്നുവരികയാണ്. പശ്ചിമേഷ്യയിലെ ആകാശം വീണ്ടും ഇരുണ്ടിരിക്കുകയാണ്. എപ്പോൾ, എവിടെ, എത്ര ശക്തമായി അടുത്ത ആക്രമണമുണ്ടാകും എന്ന ആശങ്കയോടെ ലോകം കാത്തിരിക്കുകയാണ്.